സിനിമ മിക്കവാറും ഓണത്തിന് തന്നെ ഉണ്ടാവും. മിക്കവാറും അല്ല, ഓണത്തിനുണ്ടാവും. അതിന്റെ തകൃതിയായിട്ട് അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുകയാണ്. CGയും 3Dയും ഒക്കെ അതിന്റെ അവസാന ഘട്ടങ്ങളിലാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും അങ്ങനത്തെ പരിപാടികൾ നടക്കുന്നുണ്ട്. അത് ഫൈനൽ പരിപാടികളിലാണ്. അതിനകത്ത് നമുക്ക് CG കുറച്ചധികം ഉണ്ട്. ഒരു 75% ഷോട്ടുകളിലെങ്കിലും CG ഉണ്ട് അതിനകത്ത്. 3 കാലഘട്ടങ്ങളും പലതരം കാലഘട്ടങ്ങളൊക്കെ കാണിക്കുമ്പോൾ അതിനകത്ത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന്റെ സഹായം നമുക്ക് വേണം. പലതും നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ബ്ലൂ മാറ്റിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള പലതുകൊണ്ട് അതുകൊണ്ട് അപ്പോൾ CG സമയമെടുത്ത് തന്നെ ചെയ്യണം. കാര്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ആസ്വാദനം ആൾക്കാർക്ക് കിട്ടിയെന്ന് വരില്ല. പിന്നെ അത് കഴിഞ്ഞ് 3D റെൻഡർ ചെയ്യണം. നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷനിലാണ് 3D ചെയ്യുന്നത്. നമ്മൾ 3D ക്യാമറയിൽ ഷൂട്ട് ചെയ്തതല്ല, പോസ്റ്റ് പ്രൊഡക്ഷനിൽ ചെയ്യുന്നതാണ്. അങ്ങനെയാണ് ഈ അവഞ്ചേഴ്സും പോലും ഉൾപ്പെടെയുള്ള മാർവൽ സിനിമകൾ വരെ ചെയ്യുന്നത് അങ്ങനെയാണ്. അത് പക്ഷേ നല്ല കലക്കൻ ഔട്ട് തരുന്ന ഒരു റേസ് 3D എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 3D കമ്പനിയാണ് അത് ചെയ്യുന്നത്. CG നമ്മൾ പലർക്കും സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തേക്കാണ് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഈ നടക്കുന്ന പ്രോസസ്സ് എല്ലാം ആ സിനിമയ്ക്ക് ഗുണമായിട്ട് തന്നെ വരുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓണത്തിനുണ്ടാവും. നമ്മൾ സിനിമകളിൽ പലപ്പോഴും കാണുന്നത് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരു ഗ്രൂപ്പ് ഉണ്ട്. ഓരോ സിനിമ എടുത്തു കഴിയുമ്പോൾ ഇപ്പൊ ജീൻ പോളിന്റെ സിനിമകൾ വരുന്ന സ്ഥലത്ത് ബാലുവിനെ നമ്മൾ കാണാറുണ്ട്. ഇങ്ങനെ പല ഗ്രൂപ്പുകൾ പലപ്പോഴും വരുന്നതായിട്ട് തോന്നാറുണ്ട്. അതായത് ഓഫ് സ്ക്രീൻ കെമിസ്ട്രി അതുപോലെ തന്നെ ഓൺ സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്ന പോലെ. ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം തന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിയുമ്പോൾ ആ ഒരു അവരെല്ലാവരും വരുമ്പോഴാണ് മൂവി ഭയങ്കര കളറാവുന്നത്. അപ്പൊ അതുപോലെ ഒരു ഗ്രൂപ്പ് വേണോ ഒരു സിനിമയിലേക്ക് വന്ന് ഭയങ്കര തമാശയുള്ള സീനുകൾ ഉണ്ടാവാനും ഒക്കെ? അങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ ആവശ്യമുണ്ടോ? ഞാൻ എല്ലാ ഗ്രൂപ്പിലുള്ള ആളാണ്. എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. പക്ഷെ ആ സൗഹൃദം ഉണ്ടെങ്കിൽ ഭയങ്കര നല്ലതാണ്. ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കാര്യം ഡയറക്ടറോട് ചോദിക്കാനുള്ള സ്പേസ് ഇല്ലെങ്കിലൊക്കെ ചിലപ്പോൾ നമ്മൾ ഗംഭീരമായിട്ട് ചെയ്യാവുന്ന ഒരു സാധനം ഇപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും വേണ്ട, അത് ഒഴിവാക്കാം, അത് വേണ്ട, പ്രോപ്പർട്ടി മാറ്റി വെച്ചിട്ട് അങ്ങനെയൊക്കെ ചിലപ്പോൾ ചെയ്യും. പക്ഷെ എന്നാൽ ഞങ്ങൾ ഈ ഇതിൽ ജീൻ്റെ അടുത്ത് അങ്ങനെ ചെയ്താലോ ഒരു ചളി പറഞ്ഞോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചോദിച്ച് മേടിക്കും. അപ്പൊ ജീന സ്വാതന്ത്ര്യം തരും. ഞാൻ പറഞ്ഞു നോക്കാം, എന്നിട്ട് കൊള്ളൂലേക്ക് കട്ട് ചെയ്ത് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതിന് ഈ സൗഹൃദം ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അയ്യെന്ന് പറഞ്ഞ് നമുക്ക് അപ്പൊ തന്നെ ഓക്കെ എന്ന് വേണ്ട വേറെ സ്ഥലം തരാം എന്ന് പറയാനുള്ള ആ ഒരു സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടാവാനായിട്ട് സൗഹൃദം ഭയങ്കര നല്ലതാണ്. പക്ഷെ അത് നമ്മളെ തന്നെ റെസ്ട്രിക്ട് ചെയ്യേണ്ട, നമ്മൾ എല്ലാ സർക്കിളിലും ഉണ്ടാവുമല്ലോ. നമുക്ക് അല്ല ചോദിച്ചാൽ അറിയാൻ വേണ്ടിയിട്ട്. കാരണം അങ്ങനത്തെ കുറെ ഗ്രൂപ്പുകളെ ഇപ്പൊ സിനിമകളിൽ കടന്നു. ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റേ ആളും കൂടി ഉണ്ടാവാം. ജീന്റെ സിനിമ വരുമ്പോൾ എന്നെ മനസ്സിലായി ബാലു അവിടെ ഉണ്ടാവും എന്നൊരു ചിന്തയൊക്കെ അങ്ങനത്തെ ഒരു ഇതുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് എന്ത് തോന്നി? ശരിയാണ്, ഡ്രൈവിംഗ് ലൈസൻസ് കണ്ടപ്പോൾ വ്യത്യസ്തമായ സിനിമയായിരുന്നു, വളരെ നല്ലതായിരുന്നു. അത് റീമേക്ക് ചെയ്ത് നശിപ്പിച്ചു. അതല്ല, അതിൽ ബാലു ഉണ്ടായില്ല. അത് മനസ്സിലായിടും. അതല്ലേ ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായിരുന്നു. ഞാൻ സിനിമ കണ്ടോ 2 തവണ.